ഇന്ന് നമുക്ക് പ്രീമിയം റേഞ്ചിൽ വരുന്ന കുറച്ച് കോട്ടൺ, പ്രീമിയം റേഞ്ച് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹൈ റേഞ്ച് അല്ല, പക്ഷേ കോട്ടണിൽ അല്പം പ്രീമിയത്തിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷനാണ് കാണിക്കുന്നത്. ഞാൻ ഈ ഇട്ടിരിക്കുന്നതൊക്കെ ഏകദേശം ആ ഒരു പാറ്റേണിൽ വന്നിരിക്കുന്ന ചുരിദാർ സെറ്റ്സ് ആണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ കുറേ നാളുകളായിട്ട് ഉപയോഗിക്കുന്ന സെറ്റ്സ് ആണ്, നല്ല ലോങ് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസും ആണ്. അപ്പോൾ അതിൻ്റെ ഡിഫറെൻറ്റ് കളേഴ്സും ഡിഫറെൻറ്റ് പാറ്റേൺസും ആണ് വന്നിരിക്കുന്നത്. എല്ലാം ഒരു എബവ് 2000 റേഞ്ച് വരുന്ന ചുരിദാർ സെറ്റ്സ് ആണ്. അപ്പോൾ ഇതിൻ്റെ കളക്ഷൻ നമുക്കൊന്ന് കാണാം. വന്നിരിക്കുന്നത് ബ്ലാക്കിൽ തന്നെയാണ്. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ബ്ലാക്കിൽ പ്ലെയിൻ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ബ്ലാക്കിൽ പ്രിൻറ്റഡ് ആണ് വന്നിരിക്കുന്നത്. എന്നിട്ട് യോക്കിൽ നമുക്ക് ഇതേപോലെ ചെറിയൊരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല മെറ്റീരിയൽ ആട്ടോ ഇത്. എനിക്കൊന്ന് ലൈനിങ് ഇടാതെ വേണമെങ്കിലും തയ്ക്കാം, അത്രയും തിക്നെസ് ഒക്കെ ഉള്ള മെറ്റീരിയലാണ്. പിന്നെ എൻ്റെ ചുരിദാറുകൾ ഞാൻ 2-3 വർഷമൊക്കെ ഉപയോഗിക്കും. അത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഫസ്റ്റ് വാഷ് ചെയ്യുന്നതിന് മുമ്പേ കളർ ഗാർഡിലൊന്ന് മുക്കും. അതിനുശേഷം ഞാൻ മുടിക്ക് ഉപയോഗിക്കുന്ന ഷാമ്പൂവിൽ മാത്രമേ എൻ്റെ ചുരിദാറുകളെല്ലാം വാഷ് ചെയ്യാറുള്ളൂ. അപ്പം അതുകൊണ്ട് അത് നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. നമ്മൾ ബാക്കിയുള്ള ഡിറ്റർജൻ്റ് ഒന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഷാമ്പൂവിലാണ് ഞാൻ റെഗുലറായിട്ട് വാഷ് ചെയ്യുന്നത്. അപ്പം എൻ്റെ ചുരിദാറൊന്നും അങ്ങനെ കളർ ഫെയ്ഡ് ആവുകയോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരാറില്ല. ഇതേ നമുക്ക് ഒരു സെമി മൊഡാൽ ഫീലിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, നല്ല ഓൾ ഓവർ പ്രിൻറ്റഡ് ആയിട്ട് 2890 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അതേപോലെ തന്നെ പ്യുവർ കോട്ടണിൽ വന്നിരിക്കുന്ന ബോട്ടം. ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് ആൻഡ് ബാക്ക് ബോത്ത് പ്രിൻറ്റഡ് ആണ് കേട്ടോ. അടുത്തത് വരുന്നത് പ്ലെയിൻ ബ്ലാക്ക് തന്നെ. അതിൻ്റെ യോക്കിൽ ഇതേപോലെ ഒരു ഹാൻഡ് വർക്കൊക്കെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ പോർഷനിലും ഇതുപോലെ ഒരു വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ റേറ്റ് വരുന്നതും 2680, 2680 ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതിൻ്റെ ദുപ്പട്ട നോക്കിയേ. ഇതിൻ്റെ ദുപ്പട്ട കോട്ടണിൽ വരുന്ന ദുപ്പട്ടയാണ്. കോട്ടണിൽ ഇതേപോലെ ഒരു ബ്ലോക്ക് ഡിസൈൻ വന്നിട്ട് ഒരു മിറർ വർക്ക്, ഇത് ഒറിജിനൽ മിററാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഒറിജിനൽ മിററിൻ്റെ ആ ഒരു ഹാൻഡ് വർക്കും കൂടെ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. പ്രിൻറ്റഡ് ആയിട്ടുള്ള കോട്ടണിൽ തന്നെ, പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്ത് വരുന്ന 2750 ബ്ലാക്കിൽ ഒരു ഇക്കത്ത് ഡിസൈൻ വന്നിട്ടുണ്ട്. യോക്കിൽ ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പം ഷിഫോണിൽ വരുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം വരുമ്പോൾ നമുക്ക് ബോട്ടം മെറൂണിൽ തന്നെ വരുന്ന ബോട്ടം. അപ്പോൾ കോട്ടൺ ചുരിദാർ നമുക്കറിയാം ബിലോ 1000 റുപ്പീസ് മുതൽ നമുക്ക് അവൈലബിൾ ആണ്. അതിൻ്റെ ക്വാളിറ്റിയിലുള്ള ഡിഫറൻസ് കൊണ്ടാണ് നമുക്ക് വിലയിലും ഡിഫറൻസ് വരുന്നത് കേട്ടോ. അടുത്തത് വന്നിരിക്കുന്നതും 2280. ഇത് ബ്ലാക്കിൽ ഹക്കോബ പാറ്റേൺ. ഇതേപോലെ ഹക്കോബ പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. ബാക്ക് പ്ലെയിൻ ആണ്, ഫ്രണ്ടിൽ മാത്രം ഹക്കോബ പാറ്റേൺ ചെറിയൊരു മിറർ വർക്കും കൂടെ കൊടുത്തിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ യോക്ക് വരുമ്പോൾ ഇതേപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തിട്ട് ഇതേപോലെ ഒരു ബ്ലോക്ക് പ്രിൻറ്റും ചെറിയ എംബ്രോയ്ഡറി വർക്കും ഒക്കെയാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ അജറക് പ്രിൻറ്റിൽ വന്നിരിക്കുന്ന കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട. ഇതാണ് അതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത്. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ സെയിം ഹക്കോബ പാറ്റേൺ തന്നെ വന്നിട്ട് ഇതേപോലെ പാച്ച് വർക്ക് ഇതേപോലെയാണ്. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ കോട്ടണിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. ഇതിൻ്റെയും റേറ്റ് വരുമ്പോൾ നമുക്ക് 2280. അടുത്തത് വരുന്നതും അതേപോലെ തന്നെ ഹക്കോബ പാറ്റേൺ ഫ്രണ്ടിൽ വന്നു. എന്നിട്ട് ഇതേപോലെ ഒരു പാച്ച് വർക്ക് കൊടുത്തു. 2280 തന്നെയാണ് ഇതിൻ്റെയും റേറ്റ് വരുന്നത്. ജസ്റ്റ് ഈ ഒരു പാച്ചിലുള്ള വർക്കിൻ്റെ ഡിഫറൻസ് ആണ് കേട്ടോ. അതേപോലെ ദുപ്പട്ടയിലുള്ള വർക്കിലെ ഡിഫറൻസ്. കോട്ടണിൽ അജറക് പ്രിൻറ്റ് ചെയ്ത് വന്നിരിക്കുന്ന നല്ല ദുപ്പട്ടയാണ്. ഇതാണ് അതിൻ്റെ ബോട്ടം, കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ബോട്ടം. അടുത്തത് വരുന്നത് നല്ല ഒരു ബ്ലൂവിൽ ഒരു വീനെക്ക് പാറ്റേൺ കൊടുത്തിട്ട് ഇതേപോലെ യോക്കിൽ ഇതേപോലെ ഒരു വീനെക്ക് പാറ്റേൺ കൊടുത്ത് ചെറിയ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ബ്ലൂ ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ. ഇതിൻ്റെ റേറ്റ് വരുന്നത് 2780. ഇത് കണ്ടോ, ഇതിൻ്റെ ലോവർ പോർഷനിലും ഇങ്ങനെ ഒരു
ആ ഒരു ജസ്റ്റ് ഒരു പടി കൊടുത്ത് ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ നമുക്ക് ആ ഒരു സെമി മോഡൽ ഫീലിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. അടുത്തത് വരുന്നത് ഒരു ഗ്രേ, എക്സാക്റ്റ് ഗ്രേ അല്ല, അല്പം ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഗ്രേ. അതിനകത്ത് ഇതേപോലെ ഹാൻഡ് വർക്ക് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് യോക്കിൽ. ഇതിൻ്റെ നമുക്ക് റേറ്റ് വരുമ്പോൾ 2380, 2380. ഇതേ നല്ല ഷിഫോണിൽ വന്നിരിക്കുന്ന ഒരു ക്രേപ്പ് ഷിഫോൺ, ആ ഒരു മെറ്റീരിയലിൽ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് ബോട്ടം. നല്ല ലെങ്ത്തൊക്കെ ഉള്ള കേട്ടോ, ഞാൻ ഇത്രയും ഇങ്ങോട്ട് മടക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് അടുത്ത് വന്നിരിക്കുന്നത് നമുക്ക് വൈറ്റിൽ, ഇതും കോട്ടണാണ്. വൈറ്റിൽ ഫുൾ ഇതേപോലെ ഒരു ആപ്ലിക് വർക്കും ബ്ലോക്ക് പ്രിൻറ്റും കൂടെ, ഫ്രണ്ട് പോർഷൻ ഫുൾ ഇങ്ങനെ ഒരു ആപ്ലിക്കും ബ്ലോക്ക് പ്രിൻറ്റും കൂടെ ചെയ്ത് വന്നിരിക്കുന്ന സെറ്റ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1690. 6 9 ഒക്കെ ഇങ്ങനെ ഓപ്പോസിറ്റ് നോക്കുമ്പോൾ തിരിഞ്ഞു 1690. ഇതാണ് കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന ദുപ്പട്ട ആൻഡ് പ്രിൻറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ബോട്ടം. 1690. അടുത്തത് വന്നിരിക്കുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ, ഇതും നല്ല പ്യുവർ കോട്ടണിൽ തന്നെ വന്നിരിക്കുന്ന സെറ്റ്. നോക്കി നല്ലൊരു കോമ്പിനേഷനാട്ടോ. ഒരു ഇതിൻ്റെ റേറ്റ് വരുന്നത് 2780. ബ്ലോക്ക് പ്രിൻറ്റും അതേപോലെ ലോവർ പോർഷനിൽ ഇതേപോലെ ഒരു ക്രോഷ്യോ ലേസ് പാറ്റേണും കൊടുത്തിട്ട് അതിൻ്റെ ഒരു മോഫ് ടോണും ബ്ലാക്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷനാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ സ്ലീവിൽ കൊടുക്കാനായിട്ട് ഈ ഒരു പോർഷൻ നമുക്ക് വേണമെങ്കിൽ സ്ലീവിൽ കൊടുക്കാം. നല്ല കോട്ടൺ മെറ്റീരിയൽ. ദുപ്പട്ട വരുമ്പം നമ്മുടെ കോട്ടൺ കോട്ടായിൽ വന്നിരിക്കുന്ന ദുപ്പട്ട, കോട്ടൺ കോട്ടായിൽ വന്ന ദുപ്പട്ട വന്നിട്ട് ഇതേപോലെ ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്ത് കണ്ടോ, ഇതേപോലെ സൈഡ്സിലും ഇവിടെയും ക്രോഷ്യോ ലേസ് പാറ്റേൺ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ടോപ്പ് വരുമ്പോൾ ബോട്ടം വരുമ്പോൾ ഇതിൻ്റെ ബോട്ടം വേണമെങ്കിലും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാം അല്ലേ. ഇത് നോക്കി, ബോട്ടം നല്ല രസമായിട്ടാട്ടോ കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടോ, ബോട്ടവും ടോപ്പിൻ്റെ അത്രയും തന്നെയുണ്ട്. ഇതിന് വേണമെങ്കിൽ ഒരു ബ്ലാക്ക് ബോട്ടം ഒക്കെ ഇട്ടാൽ മതി. എന്നിട്ട് ഇത് വേണമെങ്കിൽ നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാം കേട്ടോ. ഇത് ആ സെയിം പാറ്റേൺ. ഇപ്പോൾ ബോട്ടമായിട്ട് തയ്ക്കുകയാണെങ്കിൽ ലോവർ പോർഷനിൽ ഇങ്ങനെ ഈ ക്രോഷ്യോ ലേസും ഈ ഒരു പോർഷനും കൂടെ താഴെ വരും. എന്നിട്ട് ഇങ്ങനെ നമുക്ക് ബോട്ടം തയ്ക്കാം. ഇല്ല ടോപ്പ് തയ്ക്കണമെങ്കിൽ ടോപ്പായിട്ട് തയ്ക്കാനും നല്ല കോട്ടണിൽ വന്നിരിക്കുന്ന മെറ്റീരിയൽ. അപ്പോൾ വേണമെങ്കിൽ രണ്ടും നമുക്ക് ടോപ്പായിട്ട് തയ്ക്കാം കേട്ടോ. രണ്ടിനും ബ്ലാക്ക് അല്ലെങ്കിൽ ഓഫ് വൈറ്റ് ബോട്ടം ഇട്ടാൽ മതി. അടുത്തത് വരുന്നത് അതിൻ്റെ തന്നെ ഒരു ലെമൺ യെല്ലോ ആൻഡ് ഒരു ലൈറ്റ് ഒരു പീച്ച് ഓറഞ്ച് ടോണിലേക്ക് വന്നിരിക്കുന്ന കോമ്പിനേഷൻ. സെയിം പാറ്റേൺ. ദുപ്പട്ട വരുമ്പോൾ ഇതേപോലെ വരും കണ്ടോ. ലെമൺ യെല്ലോയും ആ ഒരു ലൈറ്റ് ഓറഞ്ച് ടോണും കൂടെ വന്നിട്ട് ഇതിൻ്റെ ബോട്ടം വരുമ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ബോട്ടം ഇതുപോലെ തന്നെ. അപ്പോൾ നമുക്ക് ഈ ഒരു റേറ്റിന് വേണമെങ്കിൽ 2 ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം സുഖമായിട്ട്. കണ്ടോ, നല്ല സെറ്റാട്ടോ, നല്ല കോട്ടണാണേ. നമുക്ക് ഈ സമ്മറിൽ ഇടാൻ നല്ല കംഫർട്ടബിളാണ്. അടുത്തത് നോക്കി, അതിൻ്റെ തന്നെ വൈറ്റിൽ നല്ലൊരു പിങ്ക് കോമ്പിനേഷൻ. ദുപ്പട്ട വരുമ്പോൾ നമുക്ക് ഇതുപോലെ വരും. ഇതാണ് കോമ്പിനേഷൻ. ഇതിൻ്റെ ഈ സെയിം ഈ ഫ്ലവറിലൊക്കെ വന്നിരിക്കുന്ന സെയിം കോമ്പിനേഷൻ തന്നെയാണ് നമുക്ക് ദുപ്പട്ടയിലും വന്നിരിക്കുന്നത്. ഇതിൻ്റെ ബോട്ടം നോക്കി, ബോട്ടം ഇതേപോലെ. ഇതാണ് ബോട്ടം. ഉണ്ടോ, ബോട്ടം നല്ല കോട്ടൺ മെറ്റീരിയൽ ഇങ്ങനെ വരും. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഇന്നത്തെ ഈ കോട്ടൺ ചുരിദാർ സെറ്റ്സിൻ്റെ കളക്ഷൻസ്. ഇതിനകത്ത് ഏതെങ്കിലും പീസസ് ഇഷ്ടപ്പെട്ടതുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ വെബ്സൈറ്റ് ത്രൂ പർച്ചേസ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. രണ്ടിൻ്റെ ലിങ്ക് വീഡിയോയുടെ കൊടുത്തിട്ടുണ്ടാവും. താങ്ക്